പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്താൽ ലഭിച്ച എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളുമായി ദൈവത്തിനു മുൻപിൽ കൃതജ്ഞതയർപ്പിക്കുന്ന ഒരു കുടുംബം. തൻ്റെ ഒരേ ഒരു മകനെ പരിശുദ്ധ അമ്മയുടെ നാമകരണവും ചെയ്ത് ദൈവവേലയ്ക്ക് പറഞ്ഞുവിട്ട അതേ കുടുംബം. അതെ, കൂമ്പാറ ബേബിയും കുടുംബവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ചെറുപ്പകാലം മുതൽക്കേ ക്രിസ്തീയ ഭക്തിഗാന രചനയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കൂമ്പാറ ബേബി 400ഓളം ഭക്തിഗാനങ്ങളാണ് രചിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആലപിക്കുന്ന ഗാനങ്ങളിൽ ഏറിയ പങ്കും ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. പാലക്കാത്തടത്തിൽ ബേബി എന്ന കൂമ്പാറ ബേബി ഈ ഇടവകക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളും കവിതകളും റേഡിയോ നാടക സ്ക്രിപ്റ്റുകളുമൊക്കെ കൂമ്പാറ ബേബി എന്ന പേരിലാണ്, തൂലികാനാമത്തിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതുകൊണ്ട് കൂമ്പാറ ബേബി എന്ന പേരിൽ ഇന്ന് അദ്ദേഹം അറിയപ്പെടുക. ഞങ്ങളുടെ നാടിനെ ഇടവകയെ സംബന്ധിച്ചിടത്തോളവും അതൊരഭിമാനമാണ്. ഇവിടുത്തെ ഒരു സാഹിത്യകാരനിലൂടെ, ഒരു സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരിലൂടെ ഈ നാട് അറിയപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നിരവധിയായിട്ടുള്ള മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നു. നാട് രംഗത്താവട്ടെ, കഥാരചന രംഗത്താവട്ടെ, കഥാപ്രസംഗ രംഗത്താവട്ടെ, ഭക്തഗാന രചന കാര്യങ്ങളിലാവട്ടെ, അദ്ദേഹം കൈതൊട്ട മേഖലകളിലൊക്കെ വളരെ വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ അദ്ദേഹത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. വൈദികാന്തസിലേക്കാണ് മകൻ്റെ വിളിയെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ തന്നെ മകനെ സെമിനാരിയിൽ അയക്കുകയായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ തുടങ്ങി എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. ആശ്രമത്തിലെ അൽത്താരപാലനായിരുന്നു. അങ്ങനെ ഒരുപാട് അച്ഛന്മാരുമായിട്ടുള്ള ബന്ധവും ഒരുപാട് സിസ്റ്റേഴ്സായിട്ടുള്ള ബന്ധവുമൊക്കെ അവനെ ഈ ഒരു നല്ല വൈദികനാക്കാൻ ഉള്ള വഴി തുറന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും, എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും വേണ്ടി, എല്ലാ വൈദികർക്കും വേണ്ടിയും ഞങ്ങളുടെ ജപമാലയിൽ ഞങ്ങൾ അവരെ സമർപ്പിക്കാറുണ്ട്, അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ വൈദികർക്കും വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ മോൻ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇനി നിങ്ങളെല്ലാവരും മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടില്ല, കുടുംബമില്ല, എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ഇനി എല്ലാം ഞാൻ കാണുന്ന എൻ്റെ ഇടവകയിലുള്ള ആളുകൾ, അല്ലെ എൻ്റെ സൗഹൃദത്തിലുള്ള ആളുകൾ, അവർ മാത്രം ഞങ്ങൾക്ക് ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വികാരിച്ചിന് കൊണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. കാരണം വേറെ ആരുമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ല, എല്ലാ അച്ഛന്മാരും അതാണ്. ഞാൻ പറയുന്നത് എത്ര ഞാൻ ഓരോരുത്തരെ പറ്റിയും ഇപ്പം നമ്മൾ കേൾക്കുന്ന എന്തൊക്കെയാണെങ്കിൽ പോലും എല്ലാ വൈദികരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ധന്യമാക്കിയിരിക്കുകയാണ്. അവർക്കിനി നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ചിന്തയാണ് മോൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങൾ മോൻ്റെ വികാരിച്ചൻ്റെ അടുത്ത്, ഞങ്ങളുടെ തകടിയേൽ ഫാദർ മാത്യു തകടിയേൽ എന്നാണ് ഞങ്ങളുടെ വികാരിച്ചൻ. ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം കൊണ്ടും. ഞാൻ പുഷ്പഗിരി സൺഡേ സ്കൂളിലെ വിശ്വാസ പരിശീലനകനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ അധ്യാപകനാണ്, വേദപാഠ അധ്യാപകനാണ്. അപ്പോൾ വികാരിയച്ഛൻ ഞങ്ങൾക്ക് തരുന്ന സ്നേഹവും കരുതലും ഒക്കെ ഒരുപാട്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് മോൻ ഇങ്ങനെ സെമിനാരിലേക്ക് പോയത്. മാതാവിൻ്റെ മധ്യസ്ഥതയാൽ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വഴി മകന് മാതാവിൻ്റെ പേര് നൽകി കൃതജ്ഞത അർപ്പിച്ച സാക്ഷ്യവും
നമുക്ക് മുമ്പിൽ വയ്ക്കുന്നു. 1 വയസ്സായപ്പോൾ പെട്ടെന്ന് പനിയുണ്ടായി. അപ്പോൾ നമ്മൾ ആവിലാഗിരി ആവിലാഗിരി കോൺവെൻറ്റിൻ്റെ അടുത്ത് അന്നൊരു ആവിലാഗിരി ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് ഇപ്പോൾ പ്രദേശത്ത് അന്ന് 70കളിലൊക്കെയാണ്, അപ്പോൾ 80കളിലാണ്. അപ്പോൾ അവിടെ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ ഡോക്ടർ സിസ്റ്ററാണ്. അവരുടെ ശുശ്രൂഷയിലാണ് മോൻ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഭയങ്കര പനി ഭയങ്കര കൂടുതലായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ആയപ്പോഴത്തേക്കും പനി വിട്ട് ശരീരം അങ്ങോട്ട് തളർന്നിട്ട് അങ്ങോട്ട് വെള്ളം ഐസ് പോലെയായി. അപ്പോൾ സിസ്റ്റേഴ്സ് ഓടി വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു, അടുത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കുട്ടിയെ കിട്ടാൻ രക്ഷയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇനി ഞങ്ങൾക്കതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വിങ്ങിപ്പൊട്ടുക. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്ക് ഇവനെ ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങളുടെ മോനെ തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ അമ്മയുടെ പേരിട്ടിട്ട് അവനെ വിളിക്കും എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. അങ്ങനെ അവനെ അമ്മയുടെ അടിമയാക്കിക്കൊള്ളാം, അവനെ അമ്മയ്ക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് അമ്മയുടെ പേരായിട്ടിരിക്കുന്നത് ജോസ് മേരിയദാസ് എന്നാണ്. ജോസ് മേരിയദാസ് എന്ന് വെച്ചാൽ അമ്മയുടെ ദാസനായിട്ടുള്ള ജോസ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവന് ജോസ് മേരിയദാസ് എന്ന് പേരിട്ടു. അങ്ങനെ കാലം ഇങ്ങനെ കഴിഞ്ഞു. അവന് സെമിനാരിയിൽ പോകാനുള്ള എല്ലാ ആഗ്രഹങ്ങളും ശരിയായി. മാനന്തവാടിയിൽ നിന്നിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ നിന്നപ്പോൾ അവിടുന്ന് മാനന്തവാടിയിൽ നിന്ന് നോർബർട്ട് ഹൗസിൽ നിന്ന് ഒരു ഡീക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബൈസാറേ ലിബിൻ എന്ന് പറഞ്ഞത് മോനാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പം ഞങ്ങൾ ലിബിനെ കാണാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ സെമിനാരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വേഗം അദ്ദേഹത്തെ കൂട്ടി വീട്ടിൽ വന്നപ്പോൾ അപ്പോഴാണ് വീട്ടുകാരത്തെ അറിയുന്നത് ഇങ്ങനെ പോകാനുള്ള ഒരുക്കം തയ്യാറായെന്നൊക്കെ. എന്തായാലും അന്ന് അച്ഛൻ ഞങ്ങളോട് പറയുന്നു, ഡീക്കൻ ബ്രദർ ഞങ്ങളോട് പറയുന്നു, ഇന്ന് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സക്കേവൂസിൻ്റെ ഭവനത്തിലാണ് ഞാനിന്ന് നിൻ്റെ ഭവനത്തിൽ വസിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. അത് അപ്പടി ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. അത് കാരണം ഒരു ചെറിയ വീട്ടിൽ ഒരു ചാണകം മെഴുകിയ തറയിൽ ഒരു വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ വീടിൻ്റെ ഏറ്റവും സാധാരണ വീട്ടിൽ ഞാനിന്ന് ഇവിടെ താമസിക്കുന്നു, ഇന്ന് ബേബിച്ചേട്ടനോടൊപ്പം താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തോട് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾ വാക്കിൽ ഒതുങ്ങാത്തത്രയും കടപ്പാട് എത്രയും അതിൻ്റെ സന്തോഷത്തിൻ്റെ മൂർധന്യത്തിലായിരുന്നു. ഞങ്ങൾക്ക് തെല്ലും ഭയപ്പാടുണ്ടായിരുന്നു, എങ്ങനെ അച്ഛനെ സ്വീകരിക്കും എങ്ങനെ. അപ്പോൾ ഞങ്ങൾ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി എല്ലാം റെഡിയാക്കി കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, എല്ലാം തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ബ്രദർ പറയുന്നു, ഞങ്ങൾ ലിവിനെയും കൊണ്ട് പോവുകയാണ്, വെറുതെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് മാനന്തവാടി നമ്മുടെ നോർബർട്ട് ഹൗസൊക്കെ ഒന്ന് കണ്ട് അവന് സന്തോഷമാവുകയാണെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രദർ അവനെയും കൂട്ടി, വേറെ രണ്ട് പേരുണ്ടായിരുന്നു, അവർ 2 പേരെയും കൂട്ടി ബ്രദർ പോയി. അപ്പോൾ അതിൽ അവിടുന്ന് 7 പേരോ 6 പേരോ മറ്റോ പോയി, ഇവിടുന്ന് സെമിനാരിലേക്ക് പോയി. അതിൽ 2 പേരാണ് അവശേഷിച്ചത്. 2 പേരും അച്ഛന്മാരാണ്. ഒന്ന് ചെമ്പൂട്ടിക്കൽ അച്ഛനും ഒന്ന് ഞങ്ങളുടെ മോനും. ഇത് രണ്ടും ഞങ്ങളുടെ മക്കൾക്ക് തുല്യമാണ്. മകനെ വൈദികനാകാനാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹവും കൂടി മുളപൊട്ടി. തൻ്റെ മകൻ്റെ തിരുപ്പട്ടത്തിൻ്റെ ഗാനങ്ങളെല്ലാം താൻ തന്നെ എഴുതും. ഇത് വൈദികരുമായി പങ്കുവച്ചു. ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം രചിച്ച ഗാനങ്ങൾ ആലപിച്ച് മകൻ അഭിഷിക്തനായി എന്ന അപൂർവ ഭാഗ്യവും കൂടി കൂമ്പാറ ബേബിക്ക് ലഭിച്ചു. ജോസ് മരിയദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് ഒരച്ഛൻ എന്ന് വിളിക്കുന്നതിനേക്കാളിലും എപ്പോഴും വീട്ടിൽ വിളിക്കുന്ന ലിബിൻ എന്ന ആ ഓമനപ്പേരോടുകൂടിയാണ് എന്നും എൻ്റെ മനസ്സിൽ കുടികൊള്ളുന്നത്. പ്രത്യേകിച്ച് ഹൈസ്കൂളിലാണ് ഞാൻ അതിനെ പഠിപ്പിക്കാനിടയായത്. ആ സമയത്തൊക്കെ എപ്പോൾ ക്ലാസ്സിൽ ചെന്നാലും നല്ല പ്രസന്നവതനായിട്ടാണ് കാണുന്നത്.
ഏത് കാര്യം പറഞ്ഞാലും ലിബിനെ ഒന്ന് എടുത്തുകൊണ്ട് വന്നേ അല്ലെ ചെയ്തേന്ന് പറഞ്ഞാൽ യാതൊരു മറിയും കൂടാതെ കൃത്യമായിട്ട് ചെയ്യുന്നതിൽ ലിബിന് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ ഈ ആശ്രമ ദേവാലയത്തിൽ കുർബാനയ്ക്ക് കൂടാനും എല്ലാം എപ്പോഴും വരുന്നുണ്ട്. ഏത് മഴയാണേലും വേനലാണേലും ഒരിക്കലും കുർബാന മുടക്കിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം വർഷങ്ങളോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആ ചൈതന്യമാണ് വീണ്ടും അൾത്താരയിലേക്ക് നയിച്ചതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ കുടുംബത്തിൻ്റെ സാഹചര്യവും അങ്ങനെ തന്നെയായിരുന്നു. ദൈവിക കാഴ്ചപ്പാടുകളുടെ വിശ്വാസ ജീവിതത്തിൽ മാതാപിതാക്കളും വളർത്തിക്കൊണ്ടു വന്നു. അതാണ് ഇന്ന് ഈ അന്തസ്സിലേക്ക് പ്രവേശിക്കാൻ ലിബിന് കാരണമായി തീർന്നത്. പവനെ സംബന്ധിച്ചോളം ഏറ്റവും എനിക്ക് തോന്നുന്നു ദൈവികമായ പ്രസാദവരത്താൽ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് അളവറ്റ ഒരു സ്നേഹമുള്ള ആളാണ്. ഏത് പ്രാർത്ഥനാ വേദിയിലും നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ആരംഭിച്ചുകൊണ്ടാണ് എപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ അത്രയും അടിസ്ഥാനപരമായിട്ട് മാതാവുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ദൈവവിളി ദൈവത്തിൻ്റെ വലിയൊരു മഹാദാനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമായിട്ടാണ് ഞാൻ കരുതുക. കാരണം കുറവുകളുള്ള പോരായ്മകളുള്ള എന്നെ ദൈവം വിളിച്ചത് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമായിട്ട് ഞാൻ കരുതുകയാണ്. എൻ്റെ വീട്ടിൽ ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, അതോടൊപ്പം തന്നെ എനിക്കൊരു കൊച്ചു പെങ്ങളുണ്ട്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ദൈവവിളിയിലേക്ക് പ്രവേശിക്കുന്നത്, ദൈവവിളിയിലെ ക്യാമ്പിലേക്കൊക്കെ പ്രവേശിച്ച് ദൈവവിളിയിലേക്ക് എൻ്റെ പൗരോഹിത്യകളെ വിളി ഞാൻ തിരിച്ചറിയുന്ന ആ സമയത്താണ്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദീപിക അതോടൊപ്പം തന്നെ ശാലോം അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുവാനും അതോടൊപ്പം തന്നെ ഡാഡിയിൽ നിന്ന് ഒരുപാട് നല്ല പ്രചോദനങ്ങൾ സ്വീകരിക്കുവാനും ഒരുപാട് വൈദികരെക്കുറിച്ച് അറിയുവാനും അവരുമായിട്ട് ബന്ധപ്പെടുവാനും പരിചയപ്പെടുവാനും അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു വഴിത്തിരിവായിട്ട് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഏകദേശം 10ാം ക്ലാസ് വരെ ഞാൻ കൂമ്പാറയുള്ള ആശ്രമത്തിൽ OCD ആശ്രമത്തിൽ അൾത്താര ബാലനായി 10ാം ക്ലാസ് വരെ ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യുകയുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങളാണ് തന്നത്. കൂടുതലായിട്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട്, പൗരോഹിത്യത്തെക്കുറിച്ച് അറിയുവാനായിട്ട്, അങ്ങനെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഇതെല്ലാം എനിക്ക് പ്രചോദനം നൽകി. അതോടൊപ്പം തന്നെ എൻ്റെ വികാരിയച്ഛന്മാരുടെ ജീവിതവും വികാരിയച്ഛൻ്റെ ഒക്കെ നല്ല മാതൃകകളും ഒക്കെ കൂടുതലായിട്ട് പൗരോഹിത്യത്തെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചു. തങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ദാനമായി നൽകിയതാണെന്ന് ഏറ്റുപറഞ്ഞ് ഈ കുടുംബം നന്ദിയോടെ യാത്ര തുടരുകയാണ്.